ഹലോ ഗായ്സ്, ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ യൂട്യൂബ് സ്പെഷ്യലി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത് വാക്കുകളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊന്ന് ആലോചിക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് കുറേയധികം മേഖലകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. സെക്കൻഡ്സ് ഷോറൂമിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സാധനങ്ങളുടെ വില നിലവാരം വെച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ ഫിഷിംഗ് ടാക്കിൾ ഷോപ്പിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം സാധനങ്ങൾ എവിടേക്കെല്ലാം കൊടുക്കുക എന്നൊക്കെ ഉള്ള അറിവുണ്ട്. അതേപോലെ ടീം റെഡ് ചങ്കമാലി, അതേപോലെ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് വാങ്ങാൻ നേരത്തെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി ഇപ്പം ഞാൻ പാർട്ട് ടൈം ആയിട്ടും പാസീവായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൻഷുറൻസും പിന്നെ ഒന്ന് യൂട്യൂബുമാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ പഠിക്കുകയും അതിനൊപ്പം പ്രാവർത്തികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ ബ്ലോഗ് വരുന്നത്. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. സെൽഫ് അഫർമേഷൻസ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രം കേൾക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ പോലും നമ്മളിലേക്ക് മാത്രം കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സെൽഫ് അഫർമേഷൻസ്. അപ്പോൾ ഈ സെൽഫ് അഫർമേഷനിൽ നമ്മൾ ചിന്തിക്കണേ, നമ്മൾ തീരുമാനിക്കണേ നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല എന്നൊരു വാക്ക് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സാധ്യമല്ലാത്തൊരു പോസിബിലിറ്റിയിലോട്ട് പോകും. അല്ല, നമുക്ക് ശ്രമിക്കാം എന്നാണ് പറയുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മേ ബി നടക്കാനുള്ള സാധ്യത കൂടും. അല്ല, ഞാനത് ചെയ്യുമെന്നാണ് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാനുള്ള സാധ്യത 99% കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് വാക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ജനിക്കുന്നോ ആ വാക്കാണ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുക. അതാണ് ഒരു മൊമെൻ്റമായിട്ട് മാറുക, മൂവ്മെൻ്റായിട്ട് മാറുക. നമുക്ക് എന്താ പറയുക, മോട്ടിവേഷൻ്റെ ആവശ്യകതയല്ല വരേണ്ടത്, നമുക്ക് അലൈൻമെൻ്റാണ് വേണ്ടത്. നമ്മുടെ എല്ലാ ജീവിതത്തിലും നടക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, കാൽപ്പാടുകൾ അല്ലെങ്കിൽ നടപ്പെല്ലാം വഴി പിഴയ്ക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ വഴി തെറ്റുന്നതെല്ലാം അലൈൻമെൻറ്റ് ശരിയല്ലാത്തതുകൊണ്ടാണ്. അലൈൻമെൻറ്റും ഒക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഓരോ ചിന്തകളോടും നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ്. ആ ചിന്തകളോട് നമ്മൾ പറയുന്നതാണ് എനിക്ക് പ്രൊഡക്റ്റീവ് ആവണം, അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം, ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തെല്ലാം ചെയ്താൽ എനിക്ക് സെറ്റാകാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് സാധിക്കും. നമ്മൾ മിണ്ടാതിരിക്കരുത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രൊഡക്ടിവിറ്റി എന്നൊരു കാര്യം വരുത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഈവൻ ഈ പറയുന്ന ഞാൻ പോലും ഡിസിപ്ലിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ലേസിനെസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ലേസിനെസ് ഉണ്ട്. ഡിസിപ്ലിൻ അല്ല എന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് മടി വരാറുണ്ട്. ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ എഴുന്നേൽക്കും, ചില ദിവസങ്ങളിൽ വീണ്ടും കിടന്നിട്ടാണ് എഴുന്നേൽക്കാറ്. എങ്കിലും ഞാൻ എൻ്റെ റിതം മാറ്റാറില്ല. എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ട് എൻ്റെ ഓഫീസ് റൂമിലാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് എനിക്ക് ചെയ്യാനായിട്ടുള്ള പെർമിഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഡിസിപ്ലിൻ വരുള്ളൂ. ഡിസിപ്ലിൻ വന്നാൽ മാത്രമേ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനി എന്നുള്ളൊരു കാര്യത്തിലോട്ട് എത്തുള്ളൂ. നമ്മുടെ ഗോൾസ് കാര്യങ്ങളെല്ലാം എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെൽ ഡിസിപ്ലിൻ ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അറ്റൻഡൻസ് വേണം. നമുക്ക് ആ സ്ഥാപനത്തിൽ പോയിരിക്കാനും 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ നേരത്തെ ചെന്നിരിക്കാൻ തോന്നണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. ഈ വാക്കുകളെ അടിമപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സൂപ്പർ പവറായിട്ട് വേണ്ടത്. വാക്കുകളെ അടിമപ്പെടുത്തണമെങ്കിൽ പ്രവൃത്തികൾ തന്നെയാണ് നമുക്കതിന് ഉപകാരം വരുള്ളൂ. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം 5 നേരം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിനെയും വാക്കുകളെ അടിമപ്പെടുത്തുന്നതിന് തുല്യമാണ്. അതേപോലെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാർത്ഥനയുണ്ട്, ഹിന്ദു സഹോദരങ്ങൾക്കാണെങ്കിൽ അവർക്കും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനകളിലൂടെ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിക്കുകയുള്ളൂ. ഇനി നിരീശ്വരവാദിപരമായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവർ പോലും വളരെ ആക്റ്റീവാണ് അവരുടെ കാര്യങ്ങളിൽ, സെൽഫ് അഫർമേഷൻസിൽ. ദൈവം ചിന്തകൾ ജനിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, അവരവരുടെ ചിന്തകൾ അവരിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും പ്രൊഡക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കുക. നല്ല പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ട് തന്നെ നല്ലൊരു സമൂഹത്തിന് വേണ്ടി ജീവിക്കുക, നല്ല സമൂഹം വാർത്തെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇറ്റ്സ് മീ ഷാഹിദ്, സൈനിങ് ഓഫ് ഫ്രം ഹോക്കറാസ്. എല്ലാവർക്കും വീണ്ടും കാണും വരേക്കും എൻ്റെ നമസ്കാരം.